സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് കൃഷിയെല്ലാം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പരിപാടി, മൊത്തം ക്ലീൻ ചെയ്യണം. അതെ അല്ല അത് അങ്ങനെ സൂര്യപ്രകാശം കിട്ടാണ്ടല്ലോ ഇങ്ങനെ ഇടക്ക് കയറി കിടന്നു. അതിന്റെ മേലിലൊക്കെ കയറിയിട്ട് പൂത്ത് കിടക്കുന്ന കാണായിരുന്നു. ഇവിടെ നിറച്ചുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് നിറച്ച്. പടർന്നു കയറി പോകുന്നില്ല. നമ്മളൊക്കെ ഒരു ആവശ്യത്തിന് ഇത് മൊത്തം. ഇതാണ് തിപ്പല്ലി. ഇത് ഞാൻ മുറ്റത്ത് അവിടെ കൊണ്ട് വെച്ച് പിടിപ്പിച്ചതായിരുന്നു. മുറ്റം നിറച്ചായി. അന്നേരം ഞാനത് വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞു. ഇതൊക്കെ അല്ലെങ്കിൽ വളച്ച് വെച്ചിട്ടേ പിടിപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതങ്ങനെ നിൽക്കണില്ല. ഇത് ആ ഭിത്തിയിലൊക്കെ കയറി മൊത്തം ഇതായി. അന്നേരം ഞാനതെല്ലാം വലിച്ചു കുറിച്ച് ദൂരെ കളഞ്ഞു. എന്നാലും ഇതിന്റെ കായ ഉണ്ടാക്കി കിടക്കണ കണ്ടായിരുന്നു ഞാൻ. അത് പോയെന്നാണ്. അത് തന്നെ അത് തന്നെ ഒരു കറുപ്പ് കളർ. ഞാൻ പിടിപ്പിക്കാന്ന് വിചാരിച്ചാണ് ഞാനത് അങ്ങനെ ചെയ്തത്. പക്ഷെ ഒത്തിരി സ്ഥലമുള്ളവർക്കാണെങ്കിൽ പടത്തിയിട്ടിട്ട് അമ്മേന്ന് പറിച്ചെടുക്കാം. ആ വസ്തു ഒരു പനയോ തെങ്ങാണോ പനയുണ്ടോ? മൊത്തം ഇവിടെ മുഴുവൻ കൊതുക. അങ്ങോട്ട് പോകും. എൻ്റെ പയറിനെ കാണിക്കട്ടെ. പയർ ഇത്രയും വലുതായി എന്നുള്ള കാണിക്കില്ല. ഇത്രയായി. ഇങ്ങനെ പൂവൊക്കെ ആയി തുടങ്ങിയത്. ഇവിടെയൊക്കെ പൂവായില്ലേ? ഇത് കണ്ടോ? ഇന്നലൊക്കെ പൂവായി തുടങ്ങി. ചുവന്നരൊക്കെ പൂവായി. അപ്പുറത്ത് കായായിട്ടുണ്ട്. അവിടെ ഞാനിത് പറിച്ചുകൊണ്ട് വന്നില്ലേ നടാനായിട്ട്. അതിൻ്റെ ആ സൈഡിൽ കായായി തുടങ്ങി. പയറേ നിറച്ച് കായായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ആ വശത്തുള്ള പയറിനെ കാണിക്കാം കേട്ടോ. ആ വശത്തെ പയറയിൽ കായായി തുടങ്ങിയിട്ടുണ്ട്. അത് കാണാൻ നോക്കും. വാ എൻ്റെ പയറ് വലുതായി. ഇതേ പൂവായി തുടങ്ങി. ഇതാ പൂ കാണിച്ചു കൊടുക്കും. പൂ ഇതേ പൂവായി തുടങ്ങി. കണ്ടോ? പയറ് ഇതൊക്കെ പൂവായി തുടങ്ങി. ഇങ്ങനെ കയറി ഇതിങ്ങനെ കയറാൻ തുടങ്ങി. സാമ്പാറിയുടെ നിൽപ്പുണ്ട്. ഇതൊക്കെ പൂവായി കായായി തുടങ്ങി. കേട്ടോ? പയറായി. പയറ് നിൽക്കും. ഇതിങ്ങനെ പടത്തണം ഇനി അങ്ങോട്ട്. ഇതിന്മേ പയറായി. ഇത് കണ്ടോ? 2 കായായി 3 കായായി തുടങ്ങി. ഇതിന്മേലൊക്കെ പൂവായി തുടങ്ങി നിറച്ച്. ഇനിയിപ്പോൾ പടന്ന് കയറി കഴിയുമ്പോൾ നിറച്ച് കായായിക്കോളും. അങ്ങനെ എൻ്റെ കൃഷി ഇനി ബാക്കി കൃഷിയൊക്കെ നടാനുള്ളതൊക്കെ ഉണ്ട്. അതെല്ലാം നടണം. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ കൃഷിയെല്ലാം. എൻ്റെ കാന്താരി കാണിച്ചു കൊടുക്കട്ടെ. കാന്താരി വെള്ളക്കാന്താരിയാണ് കേട്ടോ. വെള്ളക്കാന്താരി മുഴുവൻ പോയി. എന്നാലും കുഴപ്പമില്ല. ഇതിന്മേലെ കായ് കുറേശ്ശെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് പറിച്ച് വെച്ചിട്ട് ഇതിന്മേലെ കായാക്കണം. അരി പാകിയിട്ടുണ്ട്. അരി പാകി കിളുത്തു. അരി തൈ കാണിച്ചു വെള്ളക്കാന്താരിയുടെ തൈയാണ് കേട്ടോ. അത് കിളുത്ത് തന്നെ ഉള്ളൂ. ഈ സൈഡിലൊക്കെ കിളുക്കുന്നുണ്ട്. ഇതൊക്കെ വലുതായതാണ്. വലുതായതിൻ്റെ കായൊന്നും ഇല്ല. കായൊക്കെ തീർന്നു. ഒത്തിരി കായ ഉണ്ടായി. പുതിയ കൂമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കൂമ്പ് വന്നത് ഇതിന്മേൽ കായായി തുടങ്ങിയിട്ടുണ്ട്.
ഇത് ഒരു ചൂട് നന്നായിട്ട് നിൽപ്പുണ്ട്. അതിലും നിറച്ച് കായുണ്ട്. ഞാൻ വീടിൻ്റെ എറമ്പിൽ തന്നെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ കാ പറിച്ചെടുക്കാം. ഇതായി. ഇനി ഇതിൻ്റെ ചോട് വെട്ടിയിട്ട് അവിടെ കൊണ്ട് പറമ്പിൽ കൊണ്ട വയ്ക്കണം. കിളത്ത് വരുമായിരിക്കും. ഇത് കറ്റാർവാഴ. കറ്റാർവാഴയാണ് കേട്ടോ. ഇനി ഇതും പറിച്ച് പറമ്പിലേക്ക് നടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇതങ്ങ് പോകും. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി പിന്നെ കാണിക്കാം. കൃഷിയുടെയൊക്കെ ഇനി ഉച്ചയൊക്കെ കഴിയുമ്പം ബാക്കി കാണിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കിളച്ച് നടാം കേട്ടാ. കണ്ട് പഠിച്ചോ. എന്നിട്ട് കുഞ്ഞു വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റും. ചെയ്തു തരുമോ? അതിന് 7 തയ്യാൻ പറ്റും വാങ്ങിച്ചു. ഇപ്പം 5 മറ്റേ ഉള്ളെന്ന് തോന്നുന്നു. മൊത്തം പോയി. മീമി വരും. അല്ല, അത് ഒരു തരം ചീരയാണ്. നല്ല ചീരയാണ്. നല്ല ഇതാ. തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. എടുത്തിട്ട് അങ്ങോട്ട് അയക്കാനോ? ഞങ്ങൾക്കൊരു ചാനലുണ്ട്. അതിന് ഞങ്ങളെല്ലാം ഇങ്ങനെ എടുത്തെടുത്തിടും. യൂട്യൂബിലാ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ അതെ അതെ. നമ്മളിത് കയറരുത് കേട്ടോ. ഇത് നോക്കിക്കേ. ഇത് ഇവിടെ വന്ന് ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് നോക്കിയില്ല. വാ, വന്നിട്ട് ഇതൊക്കെ എടുത്ത് എല്ലാം എടുത്ത് നോക്കിയിട്ട് ആ ചെടിയെല്ലാം കൊണ്ട് നടണം ഞങ്ങൾക്ക് ഇനി അല്ലേ. വാ, നമുക്ക് ചെടിയൊക്കെ എടുത്തോണ്ട് വരണ്ടേ? നമുക്ക് എടുത്തോണ്ട് വരണ്ടേ ചെടിയൊക്കെ? അയ്യോ, കയ്യെ കൊണ്ടോ? അതിന്മേലൊന്നും പിടിക്കരുത്. ഇതിനൊക്കെ പുഴുണ്ട്. ഈ പുഴുവേ കുഞ്ഞിനെ കടിക്കും കേട്ടോ. പോക്കോ, അങ്ങോട്ട് പോക്കോ. കയറി പൊക്കോ, കയറി പൊക്കോ. പോക്കോ പോക്കോ. അയ്യോ, കുഞ്ഞിനെ കടിക്കണു പുഴു. ഇങ്ങോട്ട് പോരെ. പൊന്നെടുക്കണ്ട. അത് പൊന്നെടുക്കണ്ട. അത് അമ്മമ്മ എടുക്കും. പൊന്നെ ഇട്ടേരെ. അതും വേണ്ട പൊന്നെ. അതിവിടെ അത് അമ്മമ്മ എടുക്കും. അമ്മമ്മ എടുക്കും അത് കേട്ടോ. അമ്മമ്മയെ കൊണ്ട് കൊടുക്കാം. ബാ, മമ്മിക്കൊരു സാധനം കൊണ്ടുവന്നുണ്ടേ. ഇതേ പാകാനുള്ള സാധനമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മമ്മി വാങ്ങിക്ക്. എവിടെയാടാ ഇടണ്ടേ വാവേ? വാവേ എവിടെ പാകണ്ടേ? വാവേ ഇങ്ങോട്ട് നോക്ക്. എവിടെയാണ് ഇടണ്ടേ?
എവിടെ ഇടണ്ടേ? അപ്പൊ കുട്ടി എവിടെയാണ് ഇടണ്ടേ? വാവേ മണ്ണാണ് കാലയിലൊക്കെ. അപ്പൊ മാറി നിക്കാം. നമുക്ക് അങ്ങളിന് കൊടുക്കാം, അങ്ങളിനേല് കൊടുക്കാം. കൊണ്ട് കൊടുക്ക്. ആ മിടുക്കൻ. ചീര പാകാനുള്ളതാണ്. ഇത് വെണ്ടക്കുരു നടാനായിട്ട് വഴുതനയുടെ തൈയുണ്ട്. അത് നടാനുള്ള സ്ഥലം എടുത്തിരിക്കണം. അത് ഓരോന്ന് എടുത്തെടുത്ത് വരുവാണ്. ഇനി അതിനകത്തൊക്കെ വളം നിറച്ചിട്ട് അതിനകത്തേക്ക് തൈകളെല്ലാം നടണം. അതൊക്കെ ഉള്ളൂ. ഇനി നടുന്ന സമയത്ത് കാണിക്കാം. ഭയങ്കര ജോലിയില്ല പുള്ളി. എന്തത്? വാടാ വാടാ, നമുക്ക് അടുത്ത സാധനം എടുത്തോണ്ട് വരാം. ബാ, നമുക്ക് അവന്ന് എടുത്തോണ്ട് വരാം. ബാ, അങ്ങോട്ട് പോക്കോ, അമ്മൂമ്മേൻ്റെ കൊടുത്തി. ഇതാണ് നടാനുള്ള വഴുതനയുടെ തൈയാണ് കേട്ടോ ഇതൊക്കെ. ഇതിനടിയിൽ കാന്താരിയുടെ തൈയുണ്ട്, പച്ചക്കാന്താരിയുടെ തൈയുണ്ട്. ഇത് മുളകിൻ്റെയൊക്കെ തൈയാണ്. എന്തൊക്കെയോ മുളകിൻ്റെയൊക്കെ നല്ല മുളകിൻ്റെ തൈയാന്ന് പറഞ്ഞ് വാങ്ങിച്ചത് ഇതൊക്കെ. ഇത് ഉണ്ട വഴുതനങ്ങ, സാമ്പാറിലൊക്കെ ഇടുന്ന വഴുതനയുടെ തൈയാണത്. തക്കാളി ഉണ്ട്. 2 തരം മുളക് തൈയാണ്. ഏതിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. കായ ഉണ്ടാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പാകാനുള്ളതാണിപ്പോൾ. വെണ്ടയുടെ, ചീരയുടെ, മുളകിൻ്റെ, ഇത് വെണ്ടയുടെ, ഇത് ചീരയുടെ, ഇതെന്നാണ് ഇത് മറ്റേ ഗിൽക്കി എന്ന് പറയും ഹിന്ദിയിൽ. റൈസ് കോഡ്, റിച്ച് കോഡ്. ഇതാട്ടോ സംഭവം, റിച്ച് കോഡ് എന്ന് പറയും. എന്തെന്നാണ് മലയാളത്തിൻ്റെ പേരുണ്ടല്ലോ, പീച്ചിങ്ങ. അതാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരുന്നത്. ഹിന്ദിയിൽ തന്നെ ഗിൽക്കി എന്ന് പറയും അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചപ്പാത്തി കൊടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി. ഇതല്ല, ഗിൽക്കി തന്നെ ഇത്. 2 തരം ഗിൽക്കി ഉണ്ടല്ലോ അല്ലേ. ഇതാണ്, ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ നടാനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം പച്ച ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്, ക്യാപ്സിക്കം. പീച്ചിങ്ങയുടെ കറി ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ചപ്പാത്തിയിൽ കൊടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നോർത്തിലൊക്കെ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ നോർത്തിൽ കഴിക്കുന്ന സാധനം ഇത്. ഇതെല്ലാം ഞാനൊന്നുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവച്ച് മഴകില്ല. എനിക്ക് നോക്കിയിട്ട് തന്നാ നല്ല ബാക്കിയെല്ലാം കുഞ്ഞു വിത്തുകളായിരുന്നു. വേര് വേറെ വന്നു. അതാ പറഞ്ഞ അവിടെ 2 ആഴ്ചയായില്ലേ. വേരൊക്കെ കളഞ്ഞിട്ടേ നടാനുള്ളൂ. അങ്ങനെയാണ്, നമ്മളങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾ കളയണ്ടെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതി അങ്ങനെ നട്ടോട്ടെ. അങ്ങനെ പൂവന്മാരുടെ വിത്തുകൊണ്ടിരിക്കുകയാണ്. ചാണകപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മെയിൻലി എല്ലുപൊടി ഇട്ടാലും മതിയല്ലോ അല്ലേ, ചോട് കൂട്ടുമ്പോൾ. അടുത്ത പ്രാവശ്യം അതെ, ഒരു 3 ഇല ഇനി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി എല്ലുപൊടി മേടിച്ചിടണം. ഉണ്ടോ? നനച്ചോണം നല്ലോണം. ഉണ്ടോ? ഇഷ്ടംപോലെ വെള്ളം നനച്ചോണം. മൂടിയൊക്കെ മറ്റേ അതിൻ്റെ ഇതും കൂടെ ഒക്കെ നട്ട് തന്നെ വഴുതനയും. അപ്പം നമ്മൾ നടയെടുത്തല്ലേ ഒരുപാടുണ്ടാകും. പൂവമ്പാഴ വെച്ചു.
ഇതിപ്പോൾ എത്ര നാളാവും വലുതാവേ? ഇനിയിപ്പോൾ ഇതാ ആ ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്കും 2 ഇല വരും. അങ്ങനെ പതുക്കെ 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 6 മാസം ആകുമ്പോൾ നമ്മൾ ഇത് കൊലയ്ക്കാൻ തുടങ്ങും. ആ അതേപോലെ ആ നിൽക്കുന്ന വാഴയുടെ വരുവാണ്. ഇതിൽ നിൽക്കുന്ന വാഴയൊക്കെ ഇല്ല, ആ പരിവാണ്. നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നതനുസരിച്ച് കൊലിക്കും. എൻ്റെ അത്രയാണ്. വെള്ളവും വളമൊക്കെ എന്താ അതെ കൊടുത്ത് നമ്മളതിനെ സംരക്ഷിക്കുക. ഇനി വെള്ളം ഒഴിച്ചോണ്ടാ. ചില എല്ലുപൊടിയും ഇതൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എല്ലുപൊടി ഇടുന്നെങ്കിൽ ഈ പതുക്കെ എല്ലുപൊടി പിടിക്കും വേഗം വരുമ്പോഴല്ല. ഇനി പതുക്കെ ഇനി ചവറിട്ട് കൊടുത്തിട്ട് അല്ലേ, ചവറങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിന് മജ്ജ വെക്കണ്ടേ. മറ്റേ ഇത് പിടിച്ച് ഈ മിക്സർ വളയില്ലേ, പെട്ടെന്ന് കയറി വരും മിക്സർ വള. ഞാൻ ഈ മറ്റുള്ള വളങ്ങളൊന്നും ഇടണ്ടെന്ന് എല്ലുപൊടി വെക്കുമ്പം അടിയിലിട്ട് വെക്കാവുള്ളൂ. ഇത് നട്ടാലും കപ്പ നട്ടാലും ചേന നട്ടാലും ഒക്കെ ചേന നടുമ്പോൾ ഞങ്ങൾ അടിയിൽ എല്ലുപൊടി ഇട്ടിട്ടാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ എല്ലാം നട്ടത് അങ്ങനെയാണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, എല്ലാം നന്നായിട്ട് കിട്ടിയിരുന്നു. എല്ലുപൊടി കൊണ്ട് പതുക്കെ നേരി പിടിച്ചോളൂ. അതിൻ്റെ എടുക്കുള്ള വളം. ചീര വാങ്ങാനുള്ളടത്ത് ചീര വിത്ത് പോകാനായിട്ട് ചാണകപ്പൊടി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യും. നനച്ചാൽ മണ്ണൊന്ന് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അരി വളർത്താൻ കിട്ടും. അങ്ങനെ അതാണ് മണ്ണ് പഴുത്ത് കൊടുക്കൂല്ലേ. ഞാൻ കുറച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ല, മണ്ണ് പഴുത്ത് കാഞ്ഞു കൊടുക്കും. ഇതെന്താ ചേട്ടാ, ഇത് കുറച്ചും കൂടി ഇടുക അല്ലേ നമ്മൾ മേലെ കൂടെ ചാണകപ്പൊടി? രണ്ടാമത് കൂടി ചാണകം കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വന്ന് മണ്ണ് നന്നായിട്ട് നനഞ്ഞു കിടക്കണം അല്ലേ? നനയാതെ കുഞ്ചു കൂട്ടിയിട്ട് ചീരരി നമ്മൾ എന്താ ചെയ്യാനായിട്ട് ഇപ്പോൾ? ഇനിയിപ്പോൾ അടുത്തത് ചീര അരി പാകാനായിട്ടത് മിക്സ് ചെയ്ത് പൊടിമണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. എന്താ അങ്ങനെ ചെയ്യണേ? അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അത് ഒന്നൊന്നായിട്ട് മാറി മാറി അത് എതിരി കിടക്കാൻ വേണ്ടിയിട്ടാണത്. ചീരരി കൂട്ടം കൂടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിമണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇട്ടോട്ടെ. എന്നാൽ ചീരരി പാകുവാണേ.
ഇത് ആ പക്ഷേ ഈ ഉണ്ട ആ കത്തിരിക്കാം. കണ്ടു. ഓ ശരി. അത് രണ്ടും ആ ആ അങ്ങനെ. ടൊമാറ്റോ തയ്യണ്ട്. ഇന്ന് ഇതെടുക്കാം. നല്ല കനല്ലേ. മണ്ണും വെള്ളവും എടുക്കട്ടെ. വഴുതനങ്ങ തൈ ഇവിടെ ഓരോന്നോരോന്നായി ഓരോ കുഴിയിൽ വെക്കുക. ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടി ഇട്ടാണ് വെച്ചിരിക്കുന്നത്. ആദ്യം നല്ലോണം നനച്ചിട്ടുണ്ട്. ശരിയെന്നാ നന്നായിട്ട് നനച്ചാൽ അത് പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമാണ്. എല്ലാ ദിവസവും നനച്ചുകൊണ്ടിരിക്കണം. പിടിക്കുന്നവര് നല്ലോണം. ഒരു മാസം കഴിയുമ്പോൾ വളം ചേർന്നു. അടുത്ത് നടാൻ പോവാം. ചരിച്ചോറിനകത്താന്ന് തോന്നുന്നു ചോദിച്ചല്ലേ. ചരിച്ചോറാണ്. എല്ലായിടത്തും നമ്മൾ നനച്ചും കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മറ്റേ വളം ഇട്ടിട്ടുണ്ട്. ഇത് നീളം വഴുതനയാണ്. ഇതൊക്കെ ഏകദേശം ഒരു മാസം എടുക്കുമായിരിക്കും അല്ലേ? ഒരു മാസം. ഇതിപ്പോൾ ഇത്രയും വലുതായതുകൊണ്ട് പെട്ടെന്ന് അത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. നനയും വേണം, വെയിലും വേണം. അത്യാവശ്യം. അങ്ങനെ വഴുതനങ്ങ നട്ടു. ഇതൊരു ഐറ്റാണ്. എത്ര ഉണ്ട് കുഴി അവിടെ? 1, 2, അവിടെ 3, 4 കുഴിയുണ്ടല്ലേ? ഇനിയും കുഴി എടുക്കണം. അല്ല അതിൻ്റെ അല്ല, ഇത് അമ്മടെ വെച്ചാൽ ഒന്നിച്ച് വെക്കണം. അതെ മമ്മി പറയുന്നുണ്ട്. അല്ലെന്നേ ഇത് ഇനി 3 ഉണ്ട്. 3 അവിടെ നോക്കണം. ഇനിയിപ്പോൾ വേറെ എടുത്ത് ഇവിടെ ഒരു കുഴിയുണ്ട്. അതിൽ 2 അവിടെ വെക്കാം. ബാക്കി അതിൽ നിന്ന് പറിച്ച് വെക്കാം അല്ലേ? 2 വെച്ചിട്ടാണെങ്കിൽ വയ്ക്കാമല്ലോ. ഇതോ മറ്റേത് ചെറുതല്ലേ? ഇത് അക്കര വഴുതനങ്ങ, നീളം വഴുതനങ്ങ. വണ്ണം കുറഞ്ഞ അതാണ് അക്കര. ചാണകപ്പൊടിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എല്ലാ മണ്ണും നന്നായിട്ട് നനച്ച് വളം ഇട്ട് ഭദ്രമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അവന്റെ ഇഷ്ടം പോലെ ഇരിക്കും. അവരവരുടെ ഇഷ്ടം പോലെ വരിക.
അവിടെ ഒരു പാമ്പ് എന്നാ പരിപാടി? ദേവ ഭീഷണി മറ്റത് പാലിന്റെ ആ അതെ 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 സത്യം. ഞാൻ ആദ്യം ഓർത്ത് ഇത് എവിടെ നിന്ന് ഈ ഒച്ച വന്നേന്ന്. പിന്നെ നോക്കിയപ്പോ ഈ സാധനങ്ങൾ അടിക്കണ കണ്ടേ. അവനത്ത് അതെ അതെ ഉപയോഗിക്കുന്നത്. അതെ ചായ ചായ ചാണകപ്പൊടി ചുറ്റും വെതറിയിട്ടാണ്. ഇത് ഏതാ ചേട്ടാ? ഇത് ഏതായിരുന്നു തൈ? തയ്യോ ഇത് നീളം വഴുതനങ്ങ. അത് തന്നെ. അത് തന്നെയാണ്. അത് തീർന്ന് അതിൻ്റെ തൈ തീർന്ന്. ഇനി വേറെ നീളം കുറഞ്ഞ വഴുതനങ്ങ അടുത്ത് നടാൻ പോണത്. ആര് കൃഷി ചെയ്താലും അതുപോലെ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ അത് വിളവെടുക്കുകയും ചെയ്യാം. നമുക്ക് ഇതിന്റെ ഞാൻ അതിനകത്തൊന്നുമില്ല. കൃഷി ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ അതുപോലെ അതിനെ പരിപാലിക്കുകയും ചെയ്യണം. പിന്നെ അതിന് വേണ്ട സമയത്ത് വെള്ളവും വളവും ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അതിന് ഇത് തന്നെ പൂവായി തുടങ്ങി. ഇതൊക്കെ നട്ടിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ അല്ലേ? ഇത് മറ്റേ ഇതല്ലേ കമ്പ് കുത്തിയല്ലല്ലോ, 18 മണിയല്ലല്ലോ? അല്ലല്ല 18 മണി കാണുമ്പോൾ അറിയാം. എൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഇതായിരിക്കുള്ളൂ. എൻ്റെ പയറിൻ്റെ ഓരോന്ന് അത് മറ്റേ ഇതാണ്. ഇത് ഇത്ര നീളമുള്ള ഈ പിന്നെ അതിൻ്റെ പേര് വലിയ ഇത്ര നീളമുണ്ട്. അതല്ല 18 മണി എന്ന് പറഞ്ഞാൽ നീളം പയറല്ലേ? അതല്ല, ഇച്ചിരി കരുത്തുകൂടി ഉണ്ടാവും അതിൻ്റെ ഇലയ്ക്ക്. ഇത് ഓരോന്നിനും നമുക്ക് അതിൻ്റെ അടുത്തുണ്ട് വെണ്ടയുടെ ഇവിടെ മറ്റേ വർത്താനം പറഞ്ഞ് എത്ര നേരം വാതിക്ക് നിൽക്കുമായിരുന്നു. ഞാൻ തിരിച്ചിങ്ങ് പോകുന്നപ്പോൾ തിരിച്ചിങ്ങ് വണ്ടി ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു. ഇത് രണ്ടും ഇടാൻ പോകുന്നു. അപ്പം വേണ്ട വാങ്ങിക്കണ്ടേ? ആയിക്കോട്ടെ കുഴപ്പമില്ല. ഞാനോടത്ത് ഇനി തൈര് വല്ലതും വാങ്ങിക്കാനാണ് ഇനി ഈ വിളിപ്പിച്ചെന്നും പറഞ്ഞായിരുന്നത്. ഇന്നലെ ഞാൻ വന്ന് വെള്ളത്തിട്ടിരിക്കണം. താഴാത്ത വെണ്ടയുണ്ടല്ലോ. താഴാത്ത വെണ്ടയുണ്ടല്ലോ. എത്ര ഉണ്ടോ? വെണ്ടക്കുരുവാണിത്. പാകാൻ പോവുക. എടുത്താ പറിച്ചാടുമല്ലോ. രണ്ടു മഴയില്ല, ഒരു മഴ പെയ്താലും ഇപ്പം നല്ലൊരു മഴ പെയ്ത് കിട്ടിയാൽ മതി. പിന്നെ എപ്പം കുറിച്ച് പോകുന്നുണ്ട്. കൂട്ടി മടിച്ചു. എനിക്ക് ഒരു ചീരയില്ല. എന്തോ ഒരു ആരോഗ്യമില്ല. നമ്മൾ മേടിച്ചാണോ? പക്ഷെ ഈ പയറുകാരുടെ ഗെറ്റപ്പായിട്ട് വീടുമായിരുന്നു. അടിപൊളിയായിട്ട് വരുവാണ്. ഓട്ടുവക്കത്ത് പോയെങ്കിലേ കിട്ടുള്ളൂ. ഇവിടെ ഒന്നും. പക്ഷെ വേറെ അവിടെ 550 സൊസൈറ്റിയിലുണ്ട്. അവിടെ വിലക്കുറവാണ്. തലയാഴ്ത്ത അവിടെ വരെ പോണത്. ഇവിടെ വില്ലേജ് ബാങ്കിലുണ്ടായിരുന്നല്ലോ, അതൊക്കെ നിർത്തിക്കാതെ. അത് ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് വേണിയോട് പറഞ്ഞില്ലേ
വേണ്ട കസ്തൂരി വേണ്ട ഒരു ചൂട് കൊണ്ട് വെച്ചപ്പോൾ ചേച്ചിയുടെ പറമ്പ് മുഴുവൻ അതായിരിക്കും, വേറെ ഒന്നും കിട്ടൂലല്ലോ. നിത്യവഴുതന കിട്ടിയാന്നല്ലോ. നിത്യവഴുതന ചന്ദ്രചന്ദ്രൻ ഏത് പച്ചയാണോ? നിത്യവഴുതന അതാ ചോദിച്ചത്. മറ്റേ 2 സൈസ് നാടനുണ്ട്, പച്ചയുണ്ട് ചുമപ്പും ഉണ്ട്. പച്ചയല്ല വയലറ്റ് ഉണ്ട്. അത് മുഴുപ്പല്ലേ? ആണോ? അയ്യോ ആണോ? കേക്ക് കേക്കുണ്ടാക്കിയോ? എടുക്കാനോ? വരാം ആൻറ്റി വരാം. ഇത് ഓർമ്മത്തിനാണല്ലോ. ആരങ്ങളാ? സോഡാ പരിപാടി, സോഡാ പരിപാടി. നാളെ വൈകിട്ടൊന്ന് നനച്ചേക്കണം കേട്ടോ, നമുക്ക് കേട്ടോ. ചെറുതായിട്ടൊന്ന് നനച്ചേക്കണില്ല. ആ മുളച്ചു വരാൻ താമസം. പയറ് നടാൻ പോകണം. പയറിങ്ങനെ എടുത്തിട്ട് ഈ 2 പയറ് ഓരോ കുഴിയിൽ ഇട്ടച്ച ശേഷം അത് മൂടുക. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴിയെടുത്തല്ലേ? കൈ കൊണ്ട് തന്നെ കുഴിയെടുത്ത് കയറ് കെട്ടൂലേ, അന്നേരം പിന്നെ കുഴപ്പമില്ല. കയറ് നടക്കും ഇവിടെ അപ്പുറം ഇപ്പുറം കുറ്റി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായിക്കിടന്നാൽ മതി. ഇത് എന്ത് പയറാ ഇത്? 18 മണിയാണോ? അല്ലല്ലോ, 18 മണിയല്ല, ഈ പടന്ന് കയറിയിട്ടില്ലേ? അതാണ്. അതിമാ വേറിട്ടും പോരായിരുന്നു. എന്തിനും കുഴിയെടുത്തു. എന്നാലും പടന്ന് അത് ഈ പയർ കണ്ടിട്ട് ഞാൻ 18 മണിയല്ലല്ലോ, ഞാനങ്ങനെ ആലോചിക്കും. ഓ അത് ശരി. 18 മണിയുടെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ അത് മുഴുവൻ ഇതായി പോയി, ചുങ്ങിപ്പോയി. അത് കിട്ടാൻ പാടില്ല, ഇരിക്കൂല. അല്ലെ നമ്മള് എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ കൊണ്ട വെച്ചിരിക്കുന്ന അറിയാൻ പറ്റില്ല. ഞാൻ ആദ്യം ഉണ്ടായതേ അത് ഞാൻ ഓർക്കൂല, ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചത്. ഇതിപ്പം 5-6 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് അത് കുച്ചിപ്പയറല്ലേ? ചാരം ഇട്ട് കൊടുത്താലും ഞാൻ ചാരം ഇട്ട് കൊടുക്കണം. ചാരവും ചാണകപ്പൊടി. അവിടെ നിൽപ്പുണ്ട് ചീര, ഈ സുന്ദരി ചീര എന്ന് പറയില്ലേ, വയലറ്റ് കളർ. ആ ചീര മുളകും ഒക്കെ നിൽക്കുന്നുണ്ടോ? ഇത് ഒരു ഇതെവിടെ 12 മാസം ചീരയുള്ള സ്ഥലം എവിടെയാണെന്നറിയാം? ഇരുമ്പന. പിന്നെ 12 മാസം ചീരയുള്ള സ്ഥലമാണ് ഇരുമ്പന. അയ്യോ ആ എൻ്റെ അമ്മേ. അങ്ങളൊക്കെ ഉണ്ട്, അങ്ങള് വന്നു. ചാണകപ്പൊടി തീർന്നു പോയല്ലേ? ആ മറ്റേ പൊടി ഇരിപ്പുണ്ട്, അന്ന് നമ്മൾ വാങ്ങിച്ചു. അതിനകത്ത് ആ സഞ്ചിയിലുണ്ടല്ലോ കുറച്ച്, അത് ഈ ചാണകപ്പൊടിയും കൂടെ അങ്ങ് മിക്സ് ചെയ്താൽ വെച്ചാൽ മതിയല്ലോ. പൊട്ടിച്ചിട്ട് പോലും എന്തിനാണ് ഏതാണ് എന്നുള്ളത് ഈ പച്ചക്കറിയുടെ തന്നെ വളമാണ്. പച്ചക്കറി വലുതാകുമ്പോഴത്തേക്ക് പച്ചക്കറി വലുതാകുമ്പോൾ മേടിക്കണ്ടേ? ഓരോ സമയത്ത് ലാബുവിന്റെ കാലത്തൊക്കെ ഉള്ളതായിരിക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവസാനം ഉള്ളത് കൂടെ ഓല 2 അതിനെ കൊണ്ട് കിടക്കണം. ഓലയുടെ തുഞ്ചി വെട്ടിയിട നമുക്ക് ഇതില്ലേ, ഈ ഓലയുടെ
എണ്ണം പോലും ഇല്ല അതിനകത്ത് അല്ലേ? 35 പോലും ഇല്ലല്ലോ. കിഴക്ക് കിട്ടിയ ഭാഗ്യം പോലെ അല്ലേ? 35 രൂപ. ഇതിന് പിങ്ക് കളറോ? അതൊക്കെ എങ്ങനെയാണ്? ഇത് ഇല്ലല്ലോ, ഇതെന്താ ഇത്? തന്നെ ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചാപ്പേ? 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. എൻ്റെ ദൈവമേ, ഇത് പറ്റിക്കൽ പരിപാടി. ചീര പിന്നെ കൊള്ളായിരുന്നല്ലേ? വെള്ളം ഒഴിക്ക ആ കൂടെ ഇതില് പണ്ടാണ് പോലെ വാഴയ്ക്ക് നനയണ കൂടെ തീരക്ക് നനഞ്ഞോളൂ എന്ന് പറഞ്ഞ പോലെ. ചീരക്ക് അധികം ഇവിടെ 2-3 നാളിനൊക്കെ ഒന്നിച്ച് കേട്ടാലേ ഇതിനകത്തെ പിന്നെ ചാരം ഇടൂല ചീരക്ക്. ഇല്ല, പുളിപ്പല്ലേ. അനക്കണോട്ടോ നട്ട് ഇവിടെ ഒരു കൂട്ടം നടാം. ഇതുപോലെ വേറെ കൂട്ടം നടാം. വെള്ളം കൊണ്ടു ബക്കറ്റ് ഒരു പ്രാവശ്യം വരുമ്പോഴല്ലേ ഒരു പ്രാവശ്യം പലതർക്കം മാറണമെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഇത് പറിച്ചിട്ട് അങ്ങനെ കുഴപ്പമുണ്ട്. നിലനിൽക്കണം വിഷയം. അങ്ങനെ എല്ലാ തൈകളും വിത്തുകളും എല്ലാം പാകി നട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് കിളുത്ത് വരണം. ഒരു 5-6 ദിവസം പിടിക്കും അതെല്ലാം ഒന്ന് കിളുത്ത് വരാനൊക്കെ. പിന്നെ തൈകൾ നട്ടതെല്ലാം ഒന്ന് നിവൃന്നൊക്കെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള സമയമെടുക്കും. പിന്നെ അത് പതുക്കെ അങ്ങനെ വളർന്നോളും. പിന്നെ നമുക്ക് എൻ്റെ ചാനലിനെ ഇത്രയും ഞാൻ ചെയ്തതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.